ടെലഗ്രാം സിഇഒ പവേൽ ദുറോവിന്റെ അറസ്റ്റാണ് ഒരാഴ്ചയായി ആഗോളതലത്തിൽ ചർച്ചാ വിഷയം. സാമ്പത്തിക തട്ടിപ്പ്, ചൂതാട്ടം, സെക്സ് റാക്കറ്റ്, ലഹരി ഇടപാട് തുടങ്ങി ഗുരുതര കുറ്റകൃത്യങ്ങൾ ആപ്ലിക്കേഷൻ വഴി നടക്കുന്നുണ്ടെന്നും ഇത് തടയാൻ അധികൃതർ ഒരു നടപടിയും എടുത്തില്ലെന്നും ആരോപിച്ചായിരുന്നു ഓഗസ്റ്റ് 24 വടക്കൻ പാരീസിലെ ലേ ബോഷെ വിമാനത്താവളത്തിൽ നിന്ന് പവേൽ ദുറോവിനെ ഫ്രഞ്ച് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ദുറോവിന്റെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലേക്കുള്ള കടന്നുകയറ്റമെന്നാണ് നടപടിക്കെതിരെ ഇലോൺ മസ്കിനെ പോലുള്ള പ്രമുഖർ പ്രതികരിച്ചത്. പവേലിന്റെ ജന്മരാജ്യമായ റഷ്യയിലും കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായിരുന്നു. നിലവിൽ പവേൽ ദുറോവിന് ജാമ്യം അനുവദിച്ചെങ്കിലും ഫ്രാൻസ് വിടുന്നതിന് കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് UAE പൗരത്വമുള്ള ദുറോവിന്റെ താമസം UAEയിലാണ്. 90 കോടിയോളം ഉപഭോക്താക്കളുള്ള ടെലഗ്രാമിന്റെ ആസ്ഥാനവും UAEയിൽ തന്നെ. അറസ്റ്റ് വാർത്തയെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ ടെലഗ്രാം നിരോധിക്കുമെന്ന വാർത്തകൾ നിറഞ്ഞിരുന്നെങ്കിലും ഇന്ത്യയിൽ പെട്ടെന്ന് നിരോധനം ഏർപ്പെടുത്തില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ടെലഗ്രാമിന്റെ സൈബർ സുരക്ഷയെക്കുറിച്ച് സംശയങ്ങൾ ഉയരുന്നതിനിടെ കേന്ദ്ര സർക്കാരും ആപ്ലിക്കേഷനെ കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് അനുസരിച്ചിരിക്കും ടെലഗ്രാമിന്റെ ഇന്ത്യയിലെ ഭാവി.